നമസ്കാരം. തത്വമയിയുടെ തെരഞ്ഞെടുപ്പ് തത്സമയ ചർച്ചയിലേക്ക് സ്വാഗതം. ഒരിക്കൽ കൂടി സ്വാഗതം. വലിയ പരീക്ഷ 2024 കേരളം അതിഗൗരവമായ രാഷ്ട്രീയ ഘട്ടത്തിലൂടെ കടന്നു പോകുകയാണ്. കേരളം ഒന്നടങ്കം ഇന്ന് 20 മണ്ഡലങ്ങളിലായി വോട്ട് ചെയ്യുന്നു. 50% പേർ ഇതുവരെ വോട്ട് ചെയ്ത് കഴിഞ്ഞു എന്നാണ് നമ്മുടെ ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനി ഗൗരവതരമായ അവസാന ഘട്ടത്തിലേക്കാണ് വോട്ടിംഗ് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര ശതമാനത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് നമുക്ക് പ്രവചിക്കുക വയ്യ. എങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ കൂടുതൽ ശതമാനം ആൾക്കാർ വോട്ട് ചെയ്യും എന്ന് പ്രതീക്ഷിക്കുന്നു. കുമാർ, നമ്മളുടെ ഈ വോട്ടിംഗ് പാറ്റേൺ സൂചിപ്പിക്കുന്നത് എന്ത് സൂചനയാണ് നൽകുന്നത്? നേരത്തെ ഞാൻ രാവിലെ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട്. അത്രത്തോളം ഇപ്പോൾ ഈ ചാനലുകളെല്ലാം കനത്ത പോളിംഗ് അല്ലെങ്കിൽ നീണ്ട നിര എന്നൊക്കെ പറയുമ്പോഴും കണക്കുകൾ അങ്ങനെയല്ല സൂചിപ്പിക്കുന്നതെന്നാണ്. നമ്മളടക്കം കഴിഞ്ഞ ദിവസം വിലയിരുത്തിയത് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു 2-3% അധികം പോളിംഗ് പെർസെൻറ്റേജ് പോകുമെന്നാണ് ഈ വാശിയേറിയ മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ ആ ഒരു രീതിയിലേക്ക് പോയിട്ടില്ല. ഇതിപ്പോൾ ഒരു 3 മണി വരെയുള്ള ഒരു കണക്കായിരിക്കാം ഈ കൺസോളിഡേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. 52, 53 എന്ന് വെച്ചാൽ പോലും ഒരു 56 കടക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അപ്പോൾ കഴിഞ്ഞ തവണത്തേതിലേക്ക് കഷ്ടിച്ചെത്തുന്നേ ഉള്ളൂ എന്ന് വേണം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ. അവസാന 2 മണിക്കൂർ മാത്രമേ ഇനി ശേഷിക്കുന്നുള്ളൂ. ഈ മണിക്കൂറുകളിൽ വലിയ തിരക്ക് തന്നെ വേണ്ടിവരും കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിലേക്ക് എത്തിച്ചേരാൻ. ശരിയാണ് കുമാർ പറഞ്ഞത്. ഒരു അടുത്ത് തന്നെ സമീപം നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു സൂചനയെക്കുറിച്ചാണ് അല്ലെങ്കിൽ ആശങ്കയാണ് അദ്ദേഹം പങ്കുവച്ചത്. നമ്മോടൊപ്പം ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന ഭാരതീയ വിചാര കേന്ദ്രത്തിലെ ശ്രീമതി അഞ്ജനയാണ്. അഞ്ജന, എങ്ങനെയാണ് ഈ വോട്ടിംഗ് ഇതിനെ കാണുന്നത്? നമ്മൾ 1.5 മാസം നമ്മൾ അതികഠിനമായ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയി. പ്രചരണം, കോലാഹലങ്ങൾ കണ്ടു. വിവിധ വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നത് കണ്ടു. ഈ വോട്ടിനെ അല്ലെങ്കിൽ ഈ ഇലക്ഷൻ പ്രോസസ്സിനെ എങ്ങനെയാണ് കാണുന്നത്? രാവിലെ പോളിംഗ് ബൂത്തിൽ ചെന്ന സമയത്ത് ഇവിടെ കുമാർജി പറഞ്ഞതുപോലെ ഒരു വലിയ തിരക്ക് രാവിലെ അനുഭവപ്പെട്ടിരുന്നു. കഴിഞ്ഞ 1.5 മാസക്കാലമായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് വികസനമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വികസനത്തിനെ മുൻനിർത്തിയുള്ള ഒരു ഭരണ തുടർച്ചയാണ് ദേശീയ ജനാധിപത്യ സഖ്യം ആഗ്രഹിക്കുന്നതും അത് ലഭിക്കുമെന്ന് തന്നെയാണ് അവർ വിചാരിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതും. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷക്കാലം ഇവിടെ നടന്ന വികസന പ്രവർത്തനങ്ങളുടെ ഒരു കൃത്യമായ ഒരു ഓഡിറ്റിംഗ്, അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം വളരെ ശക്തമായ രീതിയിൽ നമ്മുടെ ഈ പ്രചരണത്തിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ ഞാൻ പലയിടത്തും കണ്ട ഒരു കാര്യം, ആൾക്കാരുടെ ഇടയിൽ ചെന്നിരുന്ന് സമയം ചിലവിട്ട് അവരുടെ ഇടയിൽ സംസാരിക്കാൻ, ഇപ്പം വീട്ടിലേക്ക് വന്ന ഒരു ലഘുലേഖ തന്നു പോകുന്നു എന്നതിനപ്പുറം കുറച്ചുകൂടി സമയം ഓരോ സമ്മതിദായകരുടെ അടുത്തും ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ എന്ന രീതിയിലൊരു അനുമാനം. അത് സ്ക്വാഡ് വർക്കിൽ പെടുന്നതാണ്. അത് സ്ക്വാഡ് വർക്കിൽ പെടുന്നതല്ല. യഥാർത്ഥത്തില് സ്ക്വാഡ് വർക്ക് നമുക്കറിയാം, കുറെ ആൾക്കാർ ഒരുമിച്ച് വരുന്നു. അത് അവരിങ്ങനെ ആ ഒരു ഞങ്ങളുണ്ട് അല്ലെങ്കിൽ അതാണ് സ്ക്വാഡ് വർക്ക്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ 1, 2, 3 ആൾക്കാരായിട്ട് വന്നിട്ട് നമ്മളെ കണ്ട് പിന്നെ സമയം ചെലവിട്ട് ഇതാണ് അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ. അപ്പം നേരത്തെ ഒന്നും അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു ബോധവൽക്കരണം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണാറില്ലായിരുന്നു. ഒരു ആകമൊത്തം ഒരു ബഹളമാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തിനേക്കാൾ കുറച്ചുകൂടി സമയം കൂടുതൽ ഇത്തവണ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? നീണ്ടു നിന്ന ഒരു അതുകൊണ്ട് എനിക്കൊന്ന് കൃത്യമായ ഒരു തയ്യാറെടുപ്പിനുള്ള ഒരു സമയം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും കിട്ടിയിട്ടുമുണ്ട്. തീർച്ചയായും ഇവിടെ നമുക്ക് തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ കേരളത്തില് ഇന്ന് ഏപ്രിൽ 26-നാണ് തിരഞ്ഞെടുപ്പ് എന്ന് പ്രഖ്യാപിച്ചത് തന്നെ ആ ഒരു വലിയ സമയത്തിന്റെ ഗ്യാപ്പിലാണ്. അപ്പം ഏകദേശം 1.5 മാസത്തോളം ലഭിച്ചിട്ടുണ്ട്. ഇവിടെയും നമ്മൾ ഇപ്പൊ പറഞ്ഞതിന്റെ ചുവട് പിടിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇപ്പം വികസനമാണ് പ്രധാന ചർച്ചാ വിഷയം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ ഇങ്ങനെ ഒരു വികസനം ഒരു മുഖ്യ ചർച്ചാ വിഷയമാക്കി മാറ്റാൻ ഒരു സർക്കാരിന്, അത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിന് ആത്മവിശ്വാസം കിട്ടുന്നത് അവരുടെ
കഴിഞ്ഞ വർഷങ്ങളിലെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ തന്നെയായിരിക്കും അല്ലെ? തീർച്ചയായും. എന്തുകൊണ്ടാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ഭരണ നേട്ടം മുഖ്യ വിഷയമാക്കുന്നുണ്ടെങ്കിൽ അവരുടെ ആത്മവിശ്വാസം തന്നെയാണ്. നമുക്ക് തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥിയായി വന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു, ഞാനിവിടെ രാഷ്ട്രീയമല്ല പറയാൻ പോകുന്നത്, വികസനമാണ്. എങ്ങനെയാണ് തിരുവനന്തപുരം വികസിക്കേണ്ടത്? കഴിഞ്ഞ 15 വർഷമായി ഒരാൾ തന്നെ ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു സംസ്ഥാനത്തിന്റെ ക്യാപിറ്റൽ എന്ന നിലയിലുള്ള സ്ഥാപനങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല. അപ്പോൾ ഈ വികസന ചർച്ചയെ ജനങ്ങൾ എങ്ങനെ ഏറ്റെടുത്തു എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അതുതന്നെ ആയിരിക്കുമോ ഇതിന്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ ആയി വരിക? ഈ ശ്രീമാൻ നരേന്ദ്രമോദി ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിലേക്ക് വന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേരളത്തിന്റെ ജനത ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മോദി ഗ്യാരണ്ടി, അപ്പം ആ ഗ്യാരണ്ടി എന്ന ഒരു വലിയ പദം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചു. ഇന്ന് രാവിലെ ഒരു പരസ്യം കണ്ടപ്പം അതിൽ അവര് ഗ്യാരണ്ടി, അപ്പം ഗ്യാരണ്ടി എന്നുള്ളൊരു വാക്ക് പലരും ഏറ്റെടുക്കുകയാണ്. അത് സത്യം പറഞ്ഞാൽ എന്ത് ഗ്യാരണ്ടിയാണ് അദ്ദേഹം ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്തത്? അതായത് പറഞ്ഞിട്ടുള്ള പദ്ധതികൾ, അതായത് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള പ്രകടന പത്രികയിൽ പറഞ്ഞ പദ്ധതികൾ നടപ്പിലാക്കുകയും ആ നടപ്പിലാക്കിയ പദ്ധതികളുടെ തുടർച്ചയാണ് ഇത്തവണ പുറത്തിറക്കിയ സങ്കല്പ പത്രം. അപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും ചെയ്ത് നേരത്തെ പറഞ്ഞതുമായി ഒരു ബന്ധമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനം അല്ല ഇവിടെ കഴിഞ്ഞ 10 വർഷം നടക്കുന്നത്. കൃത്യമായ ഓഡിറ്റിംഗ് നടക്കുകയാണ്. അതായത് 2014 എന്ത് പറഞ്ഞു, അതിന്റെ ആ പറഞ്ഞത് 2019 എവിടെ എത്തി നിൽക്കുന്നു, ആ 2019 പറഞ്ഞതിന്റെ തുടർച്ച ഇപ്പോൾ 2024 ഇവിടെ എത്തി നിൽക്കുന്നു. ഈ 2024 നിന്നും 2047 അതെങ്ങനെ കൊണ്ടുപോകും? അപ്പോൾ ഈ ഒരു ചെറിയ കാലത്തിന്റെ ദൈർഘ്യത്തിലല്ല യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നത്. 2047 ഭാരതത്തിനെ എവിടെ കൊണ്ടുചെന്ന് നിർത്തും, അതായത് സാമ്പത്തിക മേഖലയിലായിക്കൊള്ളട്ടെ, അത് പിന്നെ വിദ്യാഭ്യാസ മേഖലയിലായിക്കൊള്ളട്ടെ, പ്രതിരോധ മേഖലയിലായിക്കൊള്ളട്ടെ, കാർഷിക മേഖലയിലായിക്കൊള്ളട്ടെ, ഇങ്ങനെ സമസ്ത മേഖലയിലും എവിടെയാണ് നമ്മൾ എത്തി നിൽക്കേണ്ടത് അല്ലെങ്കിൽ എവിടെ ചെന്ന് നമ്മൾ നിൽക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു റോഡ് മാപ്പ് ഓൾറെഡി അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതാണ് ആത്മനിർഭർ ഭാരത് എന്ന് പറഞ്ഞിട്ട്. അതിനോട് കണക്ട് ചെയ്ത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ തെരഞ്ഞെടുപ്പ് ചർച്ചയ്ക്കിടയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചയ്ക്കിടയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കമന്റാണ്. വലിയ സദസ്സിന് മുന്നിലാണ് ചർച്ച നടക്കുന്നത്. അദ്ദേഹത്തിനോട് ചോദിച്ചു, 2024 അല്ലെങ്കിൽ 2029 എന്നാണ് ചോദിക്കുന്നത്, 2029 തെരഞ്ഞെടുപ്പിന് താങ്കൾ എങ്ങനെയാണ്, അതായത് ഇതുവരെ ചില അജണ്ടകൾ മുന്നോട്ട് വെച്ചിരുന്നു, അല്ലെങ്കിൽ ചില മുഖ്യമായ വിഷയങ്ങൾ കഴിഞ്ഞ 2 തവണയും മുന്നോട്ട് വെച്ചിരുന്നു. ഇത്തവണ ഈ മോഡീസ് ഗ്യാരണ്ടി എന്നുള്ളത് വെക്കുന്നു. 2029 താങ്കൾ എന്താണ് മുന്നോട്ട് വെക്കുന്നത്? അതിനെപ്പറ്റി എന്താണ് ആലോചന എന്ന് ചോദിച്ചപ്പോൾ, ഞാൻ 2029 കുറിച്ചല്ല ആലോചിക്കുന്നത്, ഞാൻ 2047 കുറിച്ചാണ് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. കാരണം എത്ര മുന്നോട്ടാണ് അല്ലെങ്കിൽ എത്ര ഫോർസൈറ്റ് ആണ് ആ മറുപടിയിൽ തന്നെ ഉള്ളത്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് അത് ഈ നാടിന്റെ കേരളത്തിന്റെ ജനത അത് തിരിച്ചറിയാതെ പോകില്ലല്ലോ. കാരണം ദീർഘവീക്ഷണം എന്ന് പറയുന്നത് വെറുതെ പറഞ്ഞു പോകുന്ന വാക്കല്ല. ആ പറഞ്ഞു പോകുന്നതിനെ കൃത്യമായി നടപ്പിലാക്കിയതിനെ ജനങ്ങളുടെ മുൻപിൽ തെളിവായിട്ട് ഹാജരാക്കുകയാണ്. അത് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്നതാണ്, ബോധ്യപ്പെടാവുന്നതാണ്. അപ്പോൾ അത്രമാത്രം കൃത്യമായ ഒരു വികസനം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാക്കിയതിന്റെ മുൻപിൽ നിന്നുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ അവര് അഭിമുഖീകരിക്കുന്നത്. എന്ത് പറയുന്നു? ഫീൽഡില് കുമാർ വളരെയേറെ സഞ്ചരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വികസന ചർച്ചകൾ ഇവിടെ പ്രാമുഖ്യം നേടിയിരുന്നു. തീർച്ചയായിട്ടും വികസനം തന്നെയാണ്. കാരണം വികസനത്തിന്റെ വെറുതെയുള്ള വാഗ്ദാനങ്ങളല്ല. നമ്മൾ ഇത്തവണത്തെ ഈ പ്രകടന പത്രിക, ഭരണകക്ഷിയുടെ പ്രകടന പത്രിക പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനെ ഒരു ബഡ്ജറ്റ് സ്പീച്ചിന്റെ ആധികാരികതയോടുകൂടി നമുക്ക് എടുത്തു കാണിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങളാണ്. അതിനെയാണ് ഈ വാഗ്ദാനങ്ങൾ എന്നതിന് അപ്പുറത്തേക്ക് ഗ്യാരണ്ടി എന്ന ഒരു പദം കൊണ്ട് BJP ഉദ്ദേശിക്കുന്നത്, BJPയും പ്രധാനമന്ത്രിയും ഒക്കെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ കേരളത്തിൽ അത് എത്രമാത്രം അല്ലെങ്കിൽ ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് ചോദിച്ചാൽ, അത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതലായി കേരളത്തിൽ വികസനം ചർച്ച ചെയ്യപ്പെടുന്നു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കണം. പ്രത്യേകിച്ചും പുതിയ വോട്ടർമാർ, അതോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ 8 വർഷത്തെ ഈ ഇടതുമുന്നണിയുടെ ഭരണം, അതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല പോലെയുള്ള വിഷയങ്ങൾ
ഈ എല്ലാ വിഷയങ്ങൾക്കും മീതെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഇത്തവണ വികസന കേന്ദ്രീകൃതമായി ചർച്ച ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ NDA സ്ഥാനാർത്ഥി വികസനം മാത്രം ചർച്ച ചെയ്യുന്ന ഒരു ഇതിലേക്ക് മാറിയിരിക്കുകയാണ്. പലപ്പോഴും എനിക്കും തോന്നിയിട്ടുണ്ട് അദ്ദേഹം എന്തുകൊണ്ട് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നില്ല. രാഷ്ട്രീയം ചർച്ച ചെയ്യാത്തത് BJP യെ സംബന്ധിച്ചിടത്തോളം അതൊരു തിരിച്ചടിയാകുമോ? പ്രത്യേകിച്ചും അപ്പുറത്ത് CAA, അതുപോലെ തന്നെ മറ്റ് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം, ഇതൊക്കെ മതേതരം അപകടത്തിലാണ്, ഭരണഘടന അപകടത്തിലാണ്. ഇനിയൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായില്ല. സാങ്കല്പിക അപകടത്തെ കുറിച്ചാണ് അവർ ചർച്ച ചെയ്യുന്നത്. ആ സമയത്ത് രാഷ്ട്രീയം എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നില്ല എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഈ വികസന കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വയ്ക്കുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്ത്രീകളുടെ അല്ലെങ്കിൽ വനിതാ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ആ ഒരു മാറ്റം, അല്ലെങ്കിൽ അതിനെ പ്രാബല്യത്തിൽ വരുത്തുക. വനിതാ ശാക്തീകരണം ഇതിന് മുന്നേയുള്ള സർക്കാരുകളെല്ലാം വലിയ രീതിയിൽ ചർച്ചയാക്കിയിട്ടുണ്ട്. പക്ഷെ അത് പ്രാബല്യത്തിൽ വരുത്തിയ ഒരു സർക്കാർ എന്ന നിലയിൽ എത്രത്തോളമാണ് BJP അതിൻ്റെ ഒരു ഗുണഫലങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ? 2014 നമ്മൾ ആദ്യമായിട്ട് ഈ പ്രധാനമന്ത്രിയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കുന്നത് സ്ത്രീകളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വികസനം, അതാണ് ഈ രാജ്യത്തിന് പുരോഗതിക്ക് അത്യന്താപേക്ഷിതമായിട്ടുള്ളത്. അതായത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: 50% വരുന്ന ഇന്ത്യയുടെ ജനസംഖ്യയെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾക്കൊരിക്കലും പുരോഗതി നേടിയെടുക്കാൻ സാധിക്കില്ല. അപ്പൊ അവരെയും കൂടി വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ പങ്കാളികളാക്കണം. ജനസംഖ്യയിൽ പകുതിയോളം സ്ത്രീകളാണ്. അപ്പൊ അവരെയും കൂടി വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കണം എന്ന് പറയുക മാത്രമല്ല, അവരുടെ പങ്കാളിത്തത്തിനെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് സമസ്ത മേഖലയിലും പദ്ധതികൾ കൊണ്ടുവരുന്നു. ആ കൊണ്ടുവരുന്ന പദ്ധതികൾ 2014 തുടങ്ങിയത് ഇപ്പോഴും വിജയകരമായി ഇവിടെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, സുകന്യാ സമൃദ്ധി യോജന ഒരു ഉദാഹരണം മാത്രമാണ്. അപ്പൊ ഇങ്ങനെ പദ്ധതികളെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാടുണ്ട്. ഉജ്ജ്വൽ യോജനയുണ്ട്. അവരുടെ നിത്യജീവിതത്തെ വളരെ അടുത്ത് സ്പർശിക്കുന്നതാണ് ഈ ഉജ്ജ്വല യോജന എന്നൊക്കെ. നമ്മൾ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഒരു പക്ഷേ അതിന്റെ ഒരു പ്രയോജനവും അല്ലെങ്കിൽ സ്വച്ഛ ഭാരതിന്റെ പ്രയോജനവും നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അത്രമാത്രം നമ്മളെ സ്പർശിക്കില്ലായിരിക്കാം. പക്ഷെ അവരുടെ നിത്യജീവിതത്തെ അല്ലെങ്കിൽ എന്നുമുള്ള ലൈഫിനെ വളരെ ടച്ച് ചെയ്യുകയും സാമൂഹികമായിട്ടുള്ള മാറ്റത്തിന് സാമ്പത്തികമായ ഒരു സ്വയം പര്യാപ്തത സ്ത്രീക്ക് കൊടുക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു മോട്ടീവിലാണ് പദ്ധതികളൊക്കെ വരുന്നത്. അപ്പൊ അത് ആത്യന്തികമായി നമ്മൾ നേരത്തെ സൂചിപ്പിച്ച 2047 ഈ രാജ്യത്തിന്റെ കുതിപ്പിനെ ആക്കം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നേറ്റമാണ് ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത്. പിന്നെ ഇതിനകത്ത് വളരെ വേറെ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ 29 വർഷം പാസ്സാക്കാതെ കിടന്ന ഒരു ബില്ലാണ്. അപ്പൊ അത് എത്ര നിസാരമായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കാതെ എത്ര ലാഘവത്തോടു കൂടിയാണ് അത് പുതിയ പാർലമെന്റിൽ ആദ്യത്തെ ബില്ലായിട്ട് അവര് സുഗമമായി, എനിക്കൊന്ന് ലോക്സഭയില് 2 പേരെന്താണ് അതിനെ എതിർത്ത് വോട്ട് ചെയ്തത്. രാജ്യസഭയില് മുഴുവൻ ആൾക്കാരുടെയും പിന്തുണ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായും. പക്ഷെ അത് 29 വർഷക്കാലം അവതരിപ്പിച്ചതിന് ശേഷം പാസ്സാക്കാൻ സാധിക്കാതിരുന്ന ഒരു സാധനമാണ്. അതിനെ ഇനി അതിന്റെ പൂർണ്ണമായ ഫലം കിട്ടാൻ ഇനി ഒരു 5 വർഷം കൂടി കാത്തിരിക്കുക, അല്ലെങ്കിൽ ഒരു 3 വർഷം കൂടി കാത്തിരിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് അത് ഓക്കെ, അത് ശരിയാണ്. പക്ഷേ എത്ര ഭംഗിയായിട്ട് കൃത്യമായിട്ട് അത് ആ അവസരം സ്ത്രീക്ക് കൊടുക്കാൻ. അപ്പൊ അദ്ദേഹം അന്ന് പറഞ്ഞതുപോലെ ഈ രാജ്യത്തിന്റെ പുരോഗതിയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വേണമെന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ നിയമനിർമ്മാണ സഭയിലും ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ നിർമ്മിക്കുന്നതിലും സ്ത്രീകളുടെ പങ്കാളിത്തം വേണം. നമ്മൾ ഈ കണക്ക് നോക്കിയാലേ ഒരു MLA പോലും ഇല്ലാത്ത നിയമസഭകള് ഭാരതത്തിലുണ്ട്, വനിതാ MLA പോലും. കേരളത്തിന്റെ തന്നെ പങ്കാളിത്തം 8% എന്താണെന്ന് തോന്നുന്നു. അതായത് വിദ്യാഭ്യാസപരമായി നമ്മൾ സാംസ്കാരികപരമായിട്ടൊക്കെ വളരെ മുന്നിൽ നിൽക്കുന്നവരാണ് എന്ന് ഒരു അഹങ്കാരമുള്ള ജനതയാണ് നമ്മൾ. നമ്മുടെ ഇവിടെ പോലും 8% വനിതാ പങ്കാളിത്തം. അപ്പോൾ അവിടെയാണ് അദ്ദേഹം പറയുന്നത് 33% വനിതകൾ നിയമനിർമ്മാണ സഭകളിൽ ഉണ്ടാകണം എന്ന് പറഞ്ഞ് അതിനുള്ള അവസരം കൊടുക്കുന്നു. അപ്പോൾ ഈ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയത്ത് ഇതൊന്നും കാണാതെ ആകില്ല ഒരുപക്ഷെ സ്ത്രീകൾ തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിലെനിക്ക് ഈ 2014 ഇദ്ദേഹം കുറെ പദ്ധതികൾ കൊണ്ടുവന്നല്ലോ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ 2019 തിരഞ്ഞെടുപ്പിലെ പുരുഷന്മാരെക്കാൾ കൂടുതൽ വോട്ട് രേഖപ്പെടുത്തിയത് സ്ത്രീകളാണ്. അത് 1952 ശേഷം ആദ്യമായിട്ടാണ് സ്ത്രീകളുടെ വോട്ടിംഗ് പെർസെന്റേജ് കൂടുന്നത്. അപ്പം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പെർസെന്റേജ് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ സ്ത്രീകൾ
തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് വീടിന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു എന്ന് പറയുന്നത് വികസനത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം തങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഭരണത്തിലൂടെ ഞങ്ങൾക്ക് കിട്ടുമ്പോൾ ആ ഭരണത്തിന്റെ ഒരു തുടർച്ച ഉണ്ടാകണം എന്ന ഒരു ആഗ്രഹം ഉള്ളിൽ വെച്ചുകൊണ്ട് ആ ആഗ്രഹത്തിനെ പൂർത്തീകരിക്കാൻ വേണ്ടി തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്ത്രീകൾ ചിന്തിക്കില്ലേ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിയാണ്, തീർച്ചയായും. നമ്മൾ സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ഈ വനിതാ സംവരണ ബിൽ നമ്മൾ മുൻനിർത്തി ചർച്ച ചെയ്യുമെങ്കിലും അത് മാത്രമല്ല, ഈ കേന്ദ്ര സർക്കാർ സ്കീമുകളിലൂടെ ബാങ്കുകളിൽ നൽകുന്ന വായ്പ അതിന് സഹിതം സ്ത്രീകൾക്ക് പ്രത്യേക കോട്ട അനുവദിച്ചിട്ടുണ്ട്. അതിനപ്പുറം മുത്തലാഖിന്റെ നിരോധനം വലിയൊരു വിഭാഗം സ്ത്രീകളുടെ ആശങ്ക അകറ്റിയതാണ്. മാത്രമല്ല, ഇനി ഈ ഏകീകൃത സിവിൽ കോഡ് എന്ന ഗ്യാരണ്ടി അത് വലിയൊരു വിഭാഗം സ്ത്രീകൾക്ക് സാമ്പത്തികമായി സുരക്ഷ. എനിക്ക് തോന്നുന്നു ഭവന നിർമ്മാണ പദ്ധതിയിൽ അതിന് മുൻഗണന മാത്രമല്ല, ആ ഭവനത്തിന്റെ അവകാശി ഓണർഷിപ്പ് സ്ത്രീയുടെ പേരിലാണ്. കാരണം പൊതുവിതരണ സംവിധാനത്തിൽ റേഷൻ കാർഡ് സ്ത്രീയുടെ പേരിലാണ്. അതൊക്കെ വലിയ മാറ്റമാണ്. എന്ന് വെച്ചാൽ റേഷൻ കാർഡിന്റെ അവകാശി സ്ത്രീയാണ്, ഈ ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉടമ സ്ത്രീയാണ്. അപ്പോൾ നമ്മുടെ നമുക്ക് എപ്പോഴും നമ്മൾ പറയാറുണ്ട് സ്ത്രീയാണ് വീടും കുടുംബവും ഒക്കെ നയിച്ചുകൊണ്ട് പോകുന്നത്. അങ്ങനെ പറയുക മാത്രമല്ല, അതാണ് എന്ന് സ്ഥാപിക്കുന്ന രീതിയിലുള്ള ഒരു നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. നമ്മുടെ ഒരു പരിപ്രേക്ഷ്യം, നമ്മുടെ ഒരു വീക്ഷണകോൺ സ്ത്രീകൾക്ക് ഫേവറായി മാറുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒക്കെ ഒരു പ്രത്യേകത. അതുകൊണ്ടാണ് ഇതിന്റെയൊക്കെ എന്തുകൊണ്ട് ഇപ്പം കുടുംബനാഥന്റെ പേരെന്നുള്ളവരത്ത് കുടുംബനാഥ വരുമ്പോൾ എങ്ങനെയാണ് ആ വീക്ഷണം മാറുന്നത്, നമ്മൾ ആർക്കാണ് അവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത്, ഇതൊക്കെയാണ് പ്രധാനം. നമ്മുടെ കാഴ്ചപ്പാട് മാറുന്നു അവിടെ. അതാണ് പ്രധാനം എന്ന് എനിക്ക് തോന്നുന്നത്. സ്ത്രീ ഓറിയന്റഡ് ആയിട്ട് പദ്ധതികളെ പുനർനിർവചിക്കുകയാണ് അവിടെ, അല്ലേ? അതെ, ആ നിർവചനത്തിനെ തിരിച്ചറിയുന്നുണ്ട് സ്ത്രീകൾ. ആ അവസരത്തിനെ അവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പം കുമാർജി സൂചിപ്പിച്ചില്ലേ, ഇവിടെ ലോൺ കൊടുക്കുന്നതിൽ ഈ മുദ്രാ ലോണിന്റെ 70% ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് സ്ത്രീകളാണ്. അത് വെറുതെ ഉപഭോക്താക്കളാവുകയല്ലോ, ആ ലോൺ വാങ്ങിയിട്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള സാഹചര്യം അവർ സ്വയം സൃഷ്ടിക്കുകയല്ലേ. അപ്പൊ അതുകൊണ്ട് ഒരു വികസനം എന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷമായി 2014 ഇങ്ങോട്ട് നമ്മൾ കാണുന്നു. അത് തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഡിസിസീവ് ഫാക്ടറായിട്ട് മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സിജു, ഈ നമ്മുടെ ഇപ്പോൾ വരുന്ന പോളിംഗ് ശതമാനം സംബന്ധിച്ച വാർത്തകളിൽ ചില രസകരമായ കാര്യങ്ങളുണ്ട്. 56% കടന്നിരിക്കുന്നു. അത് എനിക്ക് തോന്നുന്നു 4 മണിക്കുള്ള അപ്ഡേറ്റ് ആയിരിക്കണം. അതിനുശേഷം പക്ഷേ ത്രികോണ മത്സരം നടക്കുന്ന ചില മണ്ഡലങ്ങളിൽ ഈ സംസ്ഥാന ശരാശരിയേക്കാൾ കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. തൃശ്ശൂരിൽ 60% കടന്നിരിക്കുന്നു, ആലപ്പുഴയിൽ 60% കടന്നിരിക്കുന്നു, തിരുവനന്തപുരത്ത് 56 എത്തിയിരിക്കുന്നു. ഇങ്ങനെ ചില മണ്ഡലങ്ങൾ, പത്തനംതിട്ടയിൽ ഇന്നൊരു വോട്ടർ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അതറിഞ്ഞല്ലോ. ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് BJP സ്ഥാനാർത്ഥിക്കാണ് VVPAT വരുന്നത് എന്നവർ പറയുന്നു. അതിനെ തുടർന്ന് ഏറെ നേരം അവിടെ സംഘർഷാവസ്ഥയുണ്ടാകുന്നു. രണ്ടാമത് വോട്ട് ചെയ്യണമെന്നുള്ള ഒരു സത്യത്തിൽ ഇതിനെതിരെ ഒരു ഗൂഢാലോചന ഇപ്പോഴും നടക്കുന്നുണ്ട്. നമ്മൾ രാവിലെ ഇത് ചർച്ച ചെയ്താണ്. ഈ VVPATന്റെ വിധി വന്നതിന് ശേഷം ഇനിയെങ്കിലും സുപ്രീം കോടതി പറഞ്ഞത് കൊണ്ട് ഇനിയെങ്കിലും ഇവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ ഇതിനെ വിമർശിക്കുന്നവർ അവർ കൺവിൻസ്ഡ് ആകുമോ എന്നുള്ളൊരു സംശയം നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ എല്ലാ ചർച്ചയിൽ പങ്കെടുത്ത അവരെല്ലാം പറഞ്ഞു, പക്ഷെ എൻ്റെ അഭിപ്രായം ഇത് തീർച്ചയായിട്ടും ഉണ്ടാവും. ഇങ്ങനത്തെ ഈ സസ്പെക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോറീസ് ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ എപ്പോഴും അപസർപ്പക കഥകൾക്ക് മാർക്കറ്റ് ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. ഈ ശാസ്ത്രീയമായതോ അല്ലെങ്കിൽ അതിന് അടിസ്ഥാനമോ തെളിവോ ഒന്നും വേണ്ട, വെറുതെ കുറച്ച് സംശയങ്ങൾ ഇങ്ങനെ എയറിലേക്ക് വിട്ടാൽ മതി. എന്തുകൊണ്ടാണ് VVPATനെ കുറിച്ചും ഈ മെഷീനറിയും ഈ ബീപ്പ് ശബ്ദം കേൾക്കുന്നില്ല, അതാണ് പലയിടത്തെയും കംപ്ലൈന്റ്. അതായത് സ്ഥാനാർത്ഥിക്ക് കുത്തി കഴിഞ്ഞാൽ ആ ബീപ്പ് ചിലപ്പോൾ ഒരു പക്ഷേ മിസ്സായതായിരിക്കാം, പക്ഷെ കേൾക്കുന്നില്ല. അത് മെഷീന്റെ കംപ്ലൈന്റ് ആണ്, അല്ലെങ്കിൽ അതിലെനിക്ക് സംശയമുണ്ട്, എന്റെ വോട്ട് അവിടെ വന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഈ കൂട്ടരൊക്കെ എനിക്ക് തോന്നുന്നു അവർക്ക് മാനസികമായി എല്ലാത്തിലും ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ല എല്ലാ കാര്യങ്ങൾക്കും. കാരണം ഈ വോട്ട് ചെയ്തതിന് ശേഷം നിരവധി ആളുകൾ വോട്ട് ചെയ്തു പോയി. അതിനുശേഷം നടന്ന വോട്ട് പ്രിസൈഡിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ പരിശോധിക്കുകയും ചെയ്തു ഇത് കൃത്യമാണോ എന്ന്. അവർക്കൊന്നും പ്രശ്നമാകുന്നില്ല. ഈ വോട്ടറോടൊപ്പം സ്ഥാനാർത്ഥി വരുന്നു, അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ക്ലാരിഫിക്കേഷൻ കിട്ടിയെന്ന് തോന്നുന്നു. അതിന്റെ കിട്ടിയിട്ടുണ്ടാവണം. അത് ഏതായാലും പിന്നീട് അതിനെ തടസ്സപ്പെടുത്തിയില്ല, തുടർന്നും അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ വീണ്ടും ഇതിലേക്ക് വന്നാൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ചർച്ചകൾ, ഇപ്പോൾ നമ്മളൊക്കെ BJPയുടെ പ്രകടന പത്രികയെ കുറിച്ച് പറഞ്ഞു, ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞു.
കോൺഗ്രസിന്റെ അതേസമയം ഇന്ത്യ അലയൻസിന്റെ പ്രകടനപത്രികയിലേക്ക് വരുമ്പോൾ വളരെ വിവാദപരമായിട്ടുള്ള പല പരാമർശങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനെ പഠിച്ചിട്ടുണ്ടോ? അതിനെപ്പറ്റി അഭിപ്രായം എന്താണ്? ഞാൻ അങ്ങനെ ഒരു ക്രിട്ടിക്കൽ സ്റ്റഡി അതിനെക്കുറിച്ച് നടത്തിയില്ല. കാരണം എനിക്ക് ആ പ്രകടന പത്രിക ഒരു തമാശയായിട്ടാണ് തോന്നിയത്. കാരണം എത്രയോ വർഷങ്ങളായിട്ട് ഭരണത്തിലിരുന്ന ഒരു പാർട്ടി അതിൻ്റെ പ്രകടന പത്രിക വീണ്ടും വായിച്ച സമയത്ത് എനിക്ക് അതിനെ അങ്ങനെ ഒരു ക്രിട്ടിക്കലി അതിനൊരു വലിയ ഇത് കൊടുത്ത് അതിനെ പിന്നെ പഠിച്ച് അതിനെ അതിൻ്റെ അനന്തരമായ ഫലങ്ങളെക്കുറിച്ചൊക്കെ നോക്കണമെന്നും തോന്നില്ല. അതുകൊണ്ട് ഞാനതിനെ അതിൻ്റെതായ ഒരു ഫസ്റ്റ് റീഡിങ്ങിൽ ഞാൻ അതിനെ അങ്ങ് മാറ്റി വെച്ചു. അല്ല, അതില് ചില ഇപ്പൊ പ്രധാനമന്ത്രി തന്നെ എടുത്തു പറഞ്ഞ 2-3 പരാമർശങ്ങൾ, അല്ലെങ്കിൽ ഇത് പഴയ മുസ്ലിം ലീഗിന്റെ പഴയ മുദ്രാവാക്യങ്ങളാണ് അവർ കോട്ട് ചെയ്തിരിക്കുന്നതൊക്കെയുള്ള വിമർശനങ്ങൾ, അതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നു. അതിൽ ഈ ഇദ്ദേഹം മറ്റേ ശക്തിയെ ഇല്ലാതാക്കണം അങ്ങനെ എന്തോ ഒരു പരാമർശം രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു. അതില് പ്രധാനമന്ത്രിയുടെ ഒരു മറുപടി എനിക്ക് ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. കാരണം അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജീവൻ പോലും ബലി കൊടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന രീതിയിലാണ് അദ്ദേഹം അതിനെ. അതിനകത്ത് ഒരു സാമ്പത്തിക ശാസ്ത്രം ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന എന്താ വെച്ചാൽ, കഴിഞ്ഞ ദിവസം പുറത്തു വന്ന സമ്പത്തിന്റെ റീഡിസ്ട്രിബ്യൂഷനെ കുറിച്ചാണ്. സമ്പത്തിന്റെ അത് എങ്ങനെയായിരിക്കും നടത്തുക? അമേരിക്കയിലുള്ള ഒരു ടാക്സിന്റെ, അല്ലെങ്കിൽ അവിടെ ചില പ്രദേശങ്ങളിൽ നിലനിൽക്കുന്ന ചില അനന്തരാവകാശികൾക്ക് ഒരാളുടെ സ്വത്ത് കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അത് മുഴുവൻ ശതമാനവും പൂർണ്ണമായും കൈമാറ്റം ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അത് ദേശത്തിന് വേണ്ടി അതിന്റെ ഭൂരിഭാഗവും എടുക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഈ റീഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുന്നില്ല. എങ്ങനെയാണ് അത് നടപ്പാക്കുന്നതിനെ കുറിച്ച് വിശദീകരണങ്ങളില്ല. ആ സമ്പത്തിന്റെ റീഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് കുമാർ എന്തെങ്കിലും വിശദീകരണങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അതിൽ എന്താണ് അതിന്റെ ഈ സമ്പത്ത് പുനർവിതരണം നടത്തുമെന്ന് ഏതെങ്കിലും പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നാൽ, അതിപ്പോ ഇന്ത്യ മുന്നണി ആയിക്കോട്ടെ വേറെ ഏതെങ്കിലും മുന്നണി ആയിക്കോട്ടെ, അത് തീർച്ചയായും അപകടം അതിനകത്തുണ്ട്. ആ അപകടമാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ച് മണിക്കൂറുകൾക്കകം തന്നെ സാം പിത്രോഡയുടെ വിശദീകരണം വന്നു. അമേരിക്കൻ നിയമത്തിന്റെ ആരാധകനാണ് അദ്ദേഹം. സാം പിത്രോഡ എന്നത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുഖ്യ ഉപദേശകനാണ്. ഇവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ നയരൂപീകരണത്തിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ പോകുന്നയാളാണ് അദ്ദേഹം. ഇങ്ങനെ തീർച്ചയായും ഒരു അമേരിക്കൻ നയത്തെക്കുറിച്ച്, അതായത് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ സ്വത്തിന്റെ 45% മാത്രമേ കുടുംബത്തിന് പോവുകയുള്ളൂ, അനന്തരാവകാശികൾക്ക് പോവുകയുള്ളൂ, ബാക്കി ഉള്ള സ്വത്ത് മുഴുവൻ സർക്കാരിലേക്ക് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും വലിയൊരു ആശങ്ക വോട്ടർമാർക്ക് ഇടയിൽ ഉണ്ടാവുക സ്വാഭാവികം തന്നെയാണ്. കാരണം ഇത്രയധികം ആശങ്ക ഉള്ള ഒരു അപകടം നിറഞ്ഞ ഒരു കാര്യം പ്രകടന പത്രികയിൽ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ അപകടത്തെയാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ രാജ്യം അതിനെ തിരസ്കരിക്കുക തന്നെ ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനയിലേക്ക് നോക്കുക, അവിടുത്തെ നിയമങ്ങളുടെ ആരാധകരാവുക, അവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ആകൃഷ്ടരാവുക, അതൊക്കെ പഴയ ഭാരതമായിരുന്നു. ഇപ്പോൾ ഭാരതം ആത്മനിർഭരതയിലേക്ക് പോയി കഴിഞ്ഞു. ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഏത് എന്ന് ജനങ്ങൾ തേടുകയാണ്. ഇവിടത്തെ നിയമം ഈ IPC പോലും പൊളിച്ചെഴുതുന്ന ഒരു കാലഘട്ടത്തിൽ അമേരിക്കൻ നിയമത്തിന്റെ ആരാധകർക്ക് ഇവിടെ സ്ഥാനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെപ്പറ്റി വലിയ ചർച്ചകളാണ്, ആശങ്കകളാണ് പിന്നീട് ഉണ്ടായത്. എങ്ങനെയാണ് ഇത് നടപ്പാക്കുക? ആ വാട്സപ്പിലെ പുതിയ മെസ്സേജ് വന്നിട്ടുണ്ടെന്ന് കുമാർ, അപ്ഡേഷൻസ് ഉണ്ടാവും. ഇപ്പം ഏറ്റവും കുറവ് പോളിംഗ് പൊന്നാനിയിലാണ്. നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല സത്യം പറഞ്ഞാൽ. പൊന്നാനി, മലപ്പുറം, അല്ലെങ്കിൽ ആ ഇതിൽ വളരെ അതൊരു അത്ഭുതകരമായ ചില വാർത്തകൾ വരുന്നത്. പൊന്നാനിയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു, പ്രത്യേകിച്ചും അതിരാഷ്ട്രീയം, ഇപ്പൊ അവിടുത്തെ ഒരു രാഷ്ട്രീയത്തിന്റെ പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൾഫിൽ നിന്ന് പോലും ചാർട്ടേഡ് ഫ്ലൈറ്റ് പിടിച്ച് ഇവിടെ വന്ന് വോട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇവരൊക്കെ. ഇപ്പൊ ഈ ത്രികോണ മത്സരം എന്ന് പറയുമ്പോൾ അത് ജനങ്ങളില് എത്രമാത്രം ഒരു വോട്ട് ചെയ്യാനുള്ള ഒരു ഉത്സാഹം ഉണ്ടാക്കുന്നുണ്ട്. പണ്ടെന്ന് വെച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ഇപ്പൊ BJPക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാർ പോലും ഞാൻ BJPക്കാണ് വോട്ട് ചെയ്തത് എന്ന് പറയാൻ മടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒന്ന് ജയിക്കാൻ സാധ്യതയില്ലാത്ത ഒരു വ്യക്തിക്ക് വോട്ട് ചെയ്തു എന്നതിന്റെ ഒരു ജാള്യതയോ പറയാനൊരു മടി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പില് ഈ സാധ്യതകൾ പ്രഖ്യാപിക്കുകയാണ്. കാരണം എത്ര കൃത്യമായിട്ടാണ് സുരേഷ് ഗോപി ജയിക്കും, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ജയിക്കും, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രനാണ് സാധ്യത, ഇങ്ങനെ സാധ്യത ഉണ്ട് എന്ന് തിരുത്തി പറയിപ്പിക്കുന്ന തലത്തിലേക്ക് മാറിക്കഴിഞ്ഞു. അതായത് അതൊരു വലിയ കാര്യമാണ്. കാരണം വിശ്വാസത്തിലെടുക്കാൻ ഈ
പറയുന്ന ഭാരതീയ ജനതാ പാർട്ടി അല്ലെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിനെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തയ്യാറായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മാധ്യമങ്ങൾ കൂടി അംഗീകരിക്കുകയാണ്. കാരണം നമുക്കറിയാം, എപ്പോഴും ഒരു മാധ്യമത്തിന്റെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അവർ പുറത്തേക്ക് വിടുന്ന വാർത്തകൾ ഒരു വലിയ സ്വാധീനം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ പലപ്പോഴും ഇതിങ്ങനെയാണ്, അല്ലെങ്കിൽ ഇവിടെ രണ്ടുപേര് തമ്മിലാണ് മത്സരം എന്ന് പറയുമ്പോൾ അവിടെ മൂന്നാമൻ അപ്രസക്തനാവുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ആ വാർത്ത കേൾക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം ജനതയുടെ മനസ്സിലൊരു തോന്നലുണ്ടാകും, അപ്രസക്തനായിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ എന്തിനാണ് പരിഗണിക്കുന്നത്? ഈ രണ്ട് പ്രസക്തരായ ആൾക്കാർ തമ്മിൽ മത്സരിക്കുമ്പോൾ അവരിൽ ആരിലെങ്കിലും ഒരാളുടെ പക്ഷം ചേരുന്നതല്ലേ എന്നൊരു ധാരണ ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണുന്നത് ത്രികോണ മത്സരമാണ് നടക്കുന്നത് എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതൊരു വലിയ മുന്നേറ്റമാണ്. കാരണം രാജീവ് ചന്ദ്രശേഖർ ആണ് തിരുവനന്തപുരത്ത് ജയിക്കാൻ സാധ്യത എന്ന് എപ്പോഴെങ്കിലുമൊക്കെ പറയേണ്ടി വരുന്നു. കാരണം അത് നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു സാധ്യതയും കൽപ്പിക്കാതിരുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ മുന്നേറ്റമല്ലേ അത്. അപ്പോൾ ആ മുന്നേറ്റം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് നമ്മൾ ആലോചിക്കുമ്പോഴാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീകൾക്ക് അതിലൊരു വലിയ പങ്കുണ്ട്, യുവാക്കൾക്ക് അതിലൊരു പങ്കുണ്ട്. വികസനം ആഗ്രഹിക്കുന്ന സ്ത്രീകളും യുവാക്കളും അവര് ഈ തങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുന്നതിലൂടെയാണ് ഇങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾക്കുള്ള ഒരു അവസരം. പ്രമുഖരായിട്ടുള്ള കേരളത്തിലെ പല കക്ഷികളിൽ നിന്നും NDAയിലേക്ക് ആൾക്കാർ ചേരുന്നുണ്ട്. അതും ഇതിന്റെ ഒരു പ്രകടമായിട്ടുള്ള ഒരു ലക്ഷണമായി തന്നെ. അതെ, ആ ഒരു മാറ്റം അത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം നമ്മുടെ EP ജയരാജന്റെ വിഷയം അങ്ങനെയാണ് വരുന്നത്. അതെ, രാവിലെ അദ്ദേഹത്തിന്റെ ശോഭാ സുരേന്ദ്രനും പിന്നെ സുധാകരനും കൂടി ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളായി നിലനിൽക്കുകയാണ്. പ്രധാനപ്പെട്ട കക്ഷികളിലെല്ലാം തന്നെ ഇതുപോലുള്ള ആരോപണങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ ത്രികോണ മത്സരങ്ങൾ കേരളത്തിൽ രാഷ്ട്രീയമായി വരുത്തുന്ന മാറ്റം എന്താണ്? അത് NDAയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനം തന്നെയല്ലേ ഇതിനൊരു കാരണം? ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ പരമ്പരാഗതമായി തിരുവനന്തപുരം, അതുപോലെ തന്നെ കാസർഗോഡ്, പാലക്കാട് ഇങ്ങനെയുള്ള മണ്ഡലങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളായി കേൾക്കുന്നതാണ്. തൃശ്ശൂർ ഇപ്പോൾ അതിൻ്റെ പുതിയൊരു ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞു. ഏറ്റവും ഒടുവിലായി ഈ വൈൽഡ് കാർഡ് എൻട്രി എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് പെർസെന്റേജ് തന്നെ അവിടെ ശക്തമായ പോരാട്ടം നടത്തുന്നത് ആവേശകരമാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ്. ഈ സംസ്ഥാന നമുക്ക് തള്ളിക്കളയാൻ പറ്റാത്തൊരു മണ്ഡലമാണ് ആറ്റിങ്ങൽ. കാരണം ആറ്റിങ്ങൽ വളരെ സൈലന്റ് ആയിട്ട് പോളിംഗ് പെർസെന്റേജും കൂടുന്നുണ്ട് അവിടെ. തീർച്ചയായും അവിടെ സംഘടനാപരമായി നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട് പാർട്ടികൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ കേന്ദ്രമന്ത്രി V മുരളീധരന്റെ സാന്നിധ്യം, കഴിഞ്ഞ തവണ ഉണ്ടായ വോട്ട് വർധനവ്, ഇതെല്ലാം വലിയ രീതിയിൽ ഈ പരമ്പരാഗതമായി അവിടെ ജയിച്ചു വരുന്നവരെ വലിയ രീതിയിൽ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. അവർ അപ്രതീക്ഷിതമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. എനിക്ക് തോന്നുന്നത് കൃത്യമായ ഒരു ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം തന്നെയാണ് ആറ്റിങ്ങൽ. എന്ന് വെച്ചാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജില്ലാ സെക്രട്ടറിയാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത്. അതുകൊണ്ട് ഒരു കോംപ്രമൈസ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടാവില്ല. അടൂർ പ്രകാശിന് അദ്ദേഹത്തിന്റെ മണ്ഡലം വിട്ടുകളയുന്നതിനെ കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റില്ല. V മുരളീധരൻ ശക്തമായ പ്രചരണം എനിക്ക് തോന്നുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം സംഘടനാ തലത്തിൽ ആരംഭിച്ച് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ 3 പേരും വളരെ കൃത്യമായ ലക്ഷ്യത്തോടുകൂടി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെയുള്ള പ്രവർത്തനം നടത്തുന്ന ഒരു മണ്ഡലമായിട്ട് ആറ്റിങ്ങൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ആറ്റിങ്ങലിന്റെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവിടെ ശോഭാ സുരേന്ദ്രൻ മുന്നേറ്റം ഉണ്ടായത്. ഈ മുന്നേറ്റം നിലനിർത്തേണ്ടത് NDAയുടെ ആവശ്യം കൂടിയാണ്. അത് ശബരിമലയാണെന്ന് പറഞ്ഞ് വിലയിരുത്തുന്നുണ്ടെങ്കിലും എന്താണ് യഥാർത്ഥ കാരണം എന്ന് ഒരു പക്ഷെ തെളിയിക്കുന്നതായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഈ പറയുന്ന മണ്ഡലങ്ങളിലെല്ലാം വികസനം ചർച്ചയാവുകയാണ് എന്നുള്ളതാണ്. പരമ്പരാഗതമായി BJPക്ക് വലിയ സ്വാധീനമില്ലാത്ത മേഖലകളിലൊക്കെ BJP അനുകൂലമായ പ്രസ്താവനകളും സൂചനകളും ഒക്കെ വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പരമ്പരാഗതം എന്ന് പറഞ്ഞെടുത്ത് ഈ നമ്മൾ സംസാരിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, പരമ്പരാഗതമായി ഒരു കൃത്യമായ രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രമാണ് തങ്ങൾ വിശ്വസിക്കുന്നത്, തങ്ങളുടെ വോട്ട് ആ പാർട്ടിക്ക് മാത്രമാണ് എന്ന് പറഞ്ഞിരുന്നവര് അങ്ങനെയല്ല, ഇത്തവണ ഞങ്ങളൊരു മാറ്റത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്, അത് വികസനത്തിന് വേണ്ടിയിട്ടാണ്. കാരണം അവര് എന്തുകൊണ്ട് മാറാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ടി വരുന്നില്ല, എന്തുകൊണ്ട് നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടായി എന്ന് ചോദിക്കേണ്ടി വരുന്നില്ല. പകരം അവർ തന്നെ നമ്മളെ കൺവിൻസ് ചെയ്യുകയാണ്, ഞങ്ങൾ മാറുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ ഇത് കണ്ടിട്ടല്ല, രാഷ്ട്രീയമല്ല ഞങ്ങളുടെ മാറ്റത്തിന് കാരണം, മറിച്ച് വികസനമാണ്. അപ്പൊ അങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ തന്നുകൊണ്ട് പരമ്പരാഗത വോട്ടിംഗ്
പരമ്പരാഗത വോട്ടേഴ്സ് അവരും മാറാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നു എന്നൊരു മനസ്സിലാക്കൽ നമുക്ക് പലരിൽ നിന്നും കിട്ടുന്നുണ്ട്. ഈ വികസനം എന്ന് പറയുമ്പോൾ പണ്ടൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം മാത്രമായിരുന്നു. നമുക്ക് കാണാൻ സാധിക്കില്ല, വികസനം വന്നു എന്ന് പറയുന്നു, പക്ഷെ നമ്മളൊന്നും കാണുന്നില്ല. പ്രത്യക്ഷത്തിൽ കാണാത്ത ഒരു സംഭവമായിരുന്നു ഈ വികസനം എന്ന് പറയുന്നത്. പക്ഷെ പ്രത്യക്ഷത്തിൽ അത് അങ്ങനെ അല്ലാതെ നമുക്ക് നേരിട്ട് അനുഭവിക്കാനാകുന്ന രീതിയിലേക്ക് മാറുന്ന എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദിയുടെ തന്നെ ഭരണത്തിന്റെ നേട്ടമാണെന്ന് തോന്നുന്നു. കാരണം ഗുജറാത്ത് ഒരു മാതൃകയായി അദ്ദേഹം മുന്നിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു സ്റ്റേറ്റിനെ വികസിപ്പിക്കേണ്ടത്, ആ ഗുജറാത്ത് മോഡലിന്റെ ഇപ്പം അവിടുത്തെ നല്ല വഴിയുണ്ട്, നല്ല പരിസരങ്ങളുണ്ട്, വൃത്തിയുണ്ട്, ഇതൊക്കെ നമ്മൾ പിന്നീട് അറിയുകയാണ് എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തെ വികസിപ്പിക്കേണ്ടത്, അതിൻ്റെ പ്ലാനിങ് എങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ നടത്തി കാണിച്ച് തന്നിട്ടാണ് നമ്മൾ അതിനോട് മാതൃക പറയുന്നത്. ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് തന്നെ കാണുന്ന നമുക്ക് നേരിട്ട് അറിയാവുന്ന ഒരു ഡെവലപ്മെന്റ് വരുന്നത് എനിക്ക് തോന്നുന്നു BJP-യുടെ ഒരു ഭരണത്തിലൂടെ തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. അതിന് ഒരു വശം കൂടി ഉണ്ട്. അത് നമ്മൾ എങ്ങനെയാ കാണുന്നത്? ഒന്ന്, സമൂഹ മാധ്യമങ്ങളിൽ ഈ മാറ്റത്തിന് കിട്ടുന്ന ഒരു വലിയൊരു പോപ്പുലാരിറ്റി ഉണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പൊ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു വീഡിയോ, അദ്ദേഹം ആദ്യം ഈ നർമ്മദാ തീരത്ത് പോയതും അന്ന് അവിടെ കണ്ടതും അതിനുശേഷം ഇപ്പോൾ പോയപ്പോൾ അവിടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റം, അപ്പൊ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് അദ്ദേഹം ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കണ്ടു. അതിന് എത്രമാത്രം വലിയ റീച്ചാണ്. അപ്പോൾ അത് കാണുന്ന ഒരു വ്യക്തിക്ക് ഈ മാറ്റം, ഇപ്പൊ താങ്കൾ സൂചിപ്പിച്ച ആ മാറ്റം എത്ര കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു, വിസിബിൾ ആണ്. അപ്പോൾ ആ മാറ്റം, വികസനം എന്ന് പറയുന്നതിനെ ഇവിടെ യാഥാർത്ഥ്യമാകുന്നുണ്ട് എന്നതിലേക്ക് ജനങ്ങളിലേക്ക് ആ ഒരു സന്ദേശം എത്തിക്കാൻ ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് ഒരു വലിയ അളവ് വരെ അവര് സാധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സംസ്ഥാനത്ത് തന്നെയാണെങ്കിലും ഗെയിൽ പദ്ധതി, ബൈപ്പാസുകൾ, അല്ലെങ്കിൽ അതിന്റെ പരിഷ്കരണം, അങ്ങനെയുള്ളതെല്ലാം നമ്മൾ നേരിട്ട് കാണുന്നുണ്ട്. എങ്ങനെയായിരുന്നു നേരത്തെ അതിനോടുണ്ടായിരുന്ന അപ്രോച്ച് എന്തായിരുന്നു? എല്ലാം ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിലെത്തുന്നു അല്ലെ? ഞാന് ഒരു കുറച്ചു നാള് മുമ്പ് ഷിർദിക്ക് പോയി. അപ്പം ഞാന് ഔറംഗാബാദിൽ നിന്ന് ബൈ റോഡാണ് പോയത്. അപ്പൊ എന്റെ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ, അപ്പൊ അദ്ദേഹം പറയാണ്, എനിക്ക് ഇപ്പോൾ 47 വയസ്സ് കഴിഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു ഫാസ്റ്റായിട്ട് പണി നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് നോക്കി നിൽക്കുന്നതല്ല ഞാൻ നാളെ ഇതിലെ വരുമ്പോൾ കാണുന്നത്, മാറുകയാണ്. അപ്പൊ ഇത്ര ദ്രുതഗതിയിൽ ഇവിടെ ഇതൊക്കെ നടക്കുമായിരുന്നല്ലോ. അതായത് ഇന്ന് കാണുന്ന ഇന്ന് ഞാൻ ഇതിലെ പോകുമ്പോൾ കണ്ടിട്ട് തിരിച്ച് നാട്ടിൽ ചെന്നിട്ട് തിരിച്ച് ഞാൻ എയർപോർട്ടിലേക്ക് വരുമ്പോൾ കാണുന്നത് ഇതല്ല. അതിന്റെ 10 ഇരട്ടി അപ്പുറത്തേക്ക് അത് മാറിക്കഴിഞ്ഞു. ഇത്ര എന്താ പറയാ, സ്പീഡായിട്ട്, ഫാസ്റ്റ് ആയിട്ട് കേരള അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് പരിചിതമല്ല അത് നിർമ്മാണ രീതികളൊന്നും. നമുക്കറിയാലോ, ഈ കഴക്കൂട്ടം കാരോട് ബൈപ്പാസ് എത്ര വർഷങ്ങൾ, എത്ര പതിറ്റാണ്ടുകൾ എടുത്ത് ഇഴഞ്ഞു നീങ്ങി. ആലപ്പുഴ ബൈപ്പാസ്, അപ്പം ഇതൊക്കെ അതെ. അപ്പൊ അതൊക്കെയാണ് ഇത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ കണ്ടതല്ല ഇന്ന് കാണുന്നത്, അതിന്റെ എത്രയോ അപ്പുറത്താണ് നാളെ കാണുന്നത്. അപ്പൊ ഇത് ജനം തിരിച്ചറിയാതെ പോകില്ലല്ലോ. എന്തായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റൊരു ശുഭകരമല്ലാത്ത വാർത്ത കൂടി വരുന്നുണ്ട്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 7 മരണങ്ങളാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കുഴഞ്ഞു വീണ് മരിക്കുന്നതാണ് ഏറ്റവും കൂടുതലായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പാലക്കാട് മാത്രം 3 പേർ കുഴഞ്ഞു വീണ് മരിച്ചു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ അന്തരീക്ഷത്തിലെ ഉയർന്ന താപനില ആയിരിക്കും അല്ലേ? തീർച്ചയായും അതൊരു കാരണമായിരിക്കാം. ഈ പ്രവർത്തകരും തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമാണ് ഇതിനിരയാവുന്നത്. പ്രവർത്തകർ നമുക്കറിയാം, കഴിഞ്ഞ രാത്രി അല്ലെങ്കിൽ 1-2 ദിവസം കൊണ്ട് തന്നെ വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ഷെഡ്യൂൾ ആയിരിക്കും തിരഞ്ഞെടുപ്പ് പ്രക്രിയ. അതിനെതിരെ ഒരു വാർണിംഗ് നൽകിയിരുന്നു, താക്കീതായിട്ട് വേണമെങ്കിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. കാരണം ഈ ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടായിരിക്കും ഇവരെല്ലാം വിശ്രമത്തിലേക്ക് പോകുക. അപ്പം പ്രത്യേകിച്ച് ഇന്നലെ രാത്രി പലരും ഉറങ്ങിയിട്ടുണ്ടാവില്ല. കാരണം ബൂത്ത് അലങ്കാരവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പലരും, മാത്രമല്ല പരിമിതമായ സൗകര്യങ്ങളായിരിക്കും അവിടെ ഉള്ളത്. നമുക്കറിയാലോ, നമ്മുടെ പോളിംഗ് ബൂത്തിൽ അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ സ്കൂളുകളിലൊക്കെ ആയിരിക്കും ഇത് നടക്കുന്നത്. എല്ലാവർക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവണം എന്നില്ല. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ദൂര സ്ഥലങ്ങളിലേക്ക് ഡ്യൂട്ടിയായി പോകുമ്പോഴൊക്കെ അവർ നിത്യം കഴിക്കുന്ന മരുന്നുകൾ എടുക്കാൻ വിട്ടുപോകാറുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. ഇന്നലെ ഞാൻ രാത്രി ഒരു ബൂത്ത് സന്ദർശിച്ചപ്പോൾ അവിടെ കറണ്ട് ഇല്ലായിരുന്നു. കറണ്ട് പോയതാണ്, ഒരു അരമണിക്കൂറായി അവിടെ കറണ്ട് ഇല്ലായിരുന്നു. മെഴുകുതിരി കത്തിച്ച് വെച്ച്
ഉദ്യോഗസ്ഥർ അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നടത്തുകയായിരുന്നു. ഈ ജനറേറ്റർ പോലുള്ള അതൊക്കെയാണ് സൗകര്യങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പ് ബൂത്തുകളിൽ നമ്മൾ ഇതുവരെയും എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതൊരു ഒരു യാഥാർത്ഥ്യമാണ് അവിടെ. തീർച്ചയായും. ഇപ്പോൾ 9 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പ് ഇനി 2 മണിക്കൂർ കൂടിയാണ് ബാക്കിയുള്ളത്. ഏകദേശം 55% ഒരു ശരാശരി പറയാവുന്ന സംസ്ഥാനത്ത് ഒട്ടാകെ 55% വോട്ടുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി 2 മണിക്കൂർ നേരം എത്രമാത്രം പോൾ ചെയ്യാനാകും എന്നതിനെ ആശ്രയിച്ചാണ് ഈ രാജ്യത്തിന്റെ ഭാഗധേയം നിർണ്ണയിക്കുക എന്ന് തോന്നുന്നു. എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു ഗതി നിർണ്ണയിക്കുന്നത്? ഈ ഒരു കഴിഞ്ഞ തവണത്തെ ഒരു പെർസെൻറ്റേജ് എത്തിക്കഴിഞ്ഞാൽ, പെർസെൻറ്റേജിന്റെ കണക്കുകളൊന്നും പറയുന്നില്ല, ഇപ്പൊ കൂടിക്കഴിഞ്ഞാൽ ഇവർക്കാണ്, കുറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കാണ് എന്നുള്ള ഒരു സങ്കല്പമാണ് അതൊക്കെ. അത് അത്രമാത്രം ശാസ്ത്രീയമോ ഒന്നുമല്ല, അതൊരു മിത്ത് പോലെയാണ് അത്. എങ്ങനെയായിരിക്കും 2 മണിക്കൂറിനുള്ളിൽ എത്രമാത്രം പോൾ ചെയ്യാനാവും? എത്രമാത്രം പോൾ ചെയ്യാനാകുമെന്ന് ഈ പറയുന്ന കണക്കുകൾ, ഈ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കണക്കുകളും ഗ്രൗണ്ട് റിപ്പോർട്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല എങ്കിൽ കഴിഞ്ഞ തവണത്തെ പോളിലേക്ക് കേരളം പോയില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. അറിയില്ല, ഒരു പക്ഷേ ഈ ചൂട് ഒക്കെ പരിഗണിച്ചുകൊണ്ട് ജനം വൈകുന്നേരം അവസാന 2 മണിക്കൂറുകൾ വോട്ട് ചെയ്യാം എന്ന് തീരുമാനിച്ചതാണോ എന്നറിയില്ല. പക്ഷെ എന്തായാലും ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ പൊന്നാനി പോലെയുള്ള മണ്ഡലങ്ങൾ, വടകര പോലുള്ള മണ്ഡലങ്ങൾ, വടകര ഇപ്പോൾ കുറച്ച് റിക്കവർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ, 86ലേക്ക് എത്തിയിട്ടുണ്ട്. ഇത്തരം മണ്ഡലങ്ങളൊക്കെ എന്താണ് വളരെയധികം വോട്ടിംഗ് ടേൺ അറൗണ്ട് നടക്കേണ്ട മണ്ഡലങ്ങളാണ് അവിടങ്ങളിൽ. പക്ഷെ നമ്മൾ ഇപ്പൊ കാണുന്നത് ഇതിന്റെ ഒരു എഫക്ട് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് എന്തായാലും ഈ വെയില് ഉള്ളത് കൊണ്ട് തന്നെ, ചൂടുള്ളത് കൊണ്ട് തന്നെ ആൾക്കാർ മടിക്കും, പുറത്ത് പോകാനായിട്ട് മടിക്കും. അതിനുശേഷം ഇനിയൊരു റഷ് ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. തീർച്ചയായും കഴിഞ്ഞ തവണത്തേക്കാൾ 1-2% എങ്കിലും കൂടാനാണ് സാധ്യത. ഒരു 12 മണി തൊട്ടൊരു 3 മണി വരെയുള്ള സമയത്ത് സ്വാഭാവികമായും ആൾക്കാരൊന്ന് മടിക്കും, പുറത്തേക്ക് ഇറങ്ങി വന്നൊന്ന് വോട്ട് ചെയ്യാൻ. 4 മണിക്ക് ശേഷം വരാനിരിക്കുന്ന ആൾക്കാരുണ്ടാകും. കഴിഞ്ഞ തവണ നമ്മൾ ശ്രദ്ധിച്ചില്ലേ, ലാസ്റ്റ് ലാപ്പിലാണ് ഓടി അങ്ങ് കയറിയത് റേറ്റ്. അത് ആ ലാസ്റ്റ് ഒരു 1/2 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് കണക്ക് മാറുകയായിരുന്നു. പിന്നെ 6 മണിക്ക് ശേഷവും ക്യൂ നിൽക്കുന്ന 100% എത്തുമെന്ന് കഴിഞ്ഞോണ്ട് നമ്മൾ സംശയിച്ചിരുന്നു. അതുപോലെയായിരുന്നു അവർ ബൂസ്റ്റ് ചെയ്തത്. അത് കുറെയൊക്കെ ടെലിവിഷൻ മാധ്യമത്തിന്റെ ഒരു ബൂസ്റ്റപ്പ് ഉണ്ട്. അത് നമ്മൾ കണക്കിലെടുക്കണ്ട. ഒരു കാര്യം കൂടി ചോദിച്ചോളട്ടെ, ഈ അഭിപ്രായ സർവേകളൊക്കെ ശ്രദ്ധിക്കാറുണ്ടല്ലോ. ഇപ്പം കേരളത്തിൽ നടന്നുകൊണ്ട് ദേശീയ തലത്തിൽ നടന്നുകൊണ്ട് ഇതൊക്കെ നൽകുന്ന ഒരു സൂചനയെ കുറിച്ച് എന്താണ് വിലയിരുത്തുന്നത്? ഈ കേരളത്തിൽ നടന്ന സർവേകളില് എനിക്ക് ഒരു അതില് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞാൻ എപ്പോഴും ആലോചിക്കേണ്ട ഈ സർവേ നടത്തുമ്പോൾ ഇത് സാമ്പിൾ എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. കാരണം ഇപ്പൊ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരെയും ഒക്കെ ആയിരിക്കുമല്ലോ സാമ്പിളായിട്ട് എടുക്കുന്നത്. പക്ഷെ വീട്ടിലിരിക്കുന്നൊരു വലിയ വിഭാഗമുണ്ട്, അവരിലേക്കൊക്കെ ഇവർ എത്താറുണ്ടോ എന്ന് ഞാനിങ്ങനെ എൻ്റെ ഒരു ആശങ്കയാണ്. അവരെയും കൂടി ഉൾപ്പെടുത്തിയാണോ ഇവർ ഈ സാമ്പിൾ കളക്ഷൻ എടുക്കുന്നത് എന്ന്. പിന്നെ ഈ പറയുന്നത് ശരിയാണോ എന്ന് എനിക്കറിയില്ല, മാധ്യമങ്ങളുടെ താല്പര്യം ഒരു പരിധിവരെ ഈ സാമ്പിൾ കളക്ഷനെ ബാധിക്കുന്നുണ്ട്. അഭിപ്രായ സർവേ അതുമായി ബന്ധപ്പെട്ട് ആണ് ഇതിന്റെ ഫലം അവർ പറയുന്നത്. കാരണം തീർച്ചയായും നമുക്കറിയാം, നമ്മൾ നേരത്തെ ഇവിടെ നമ്മളിപ്പോൾ സംസാരിച്ചതുപോലെ ആരാണ് പ്രമുഖൻ അല്ലെങ്കിൽ ആരാണ് സാധ്യത ഉള്ളത് എന്ന് പറയുമ്പോൾ ആ വിജയിക്കാൻ സാധ്യതയുള്ള ആളുടെ കൂടെ ഒന്ന് ചേർന്ന് നിന്ന് കളയാം എന്ന് ചിന്തിക്കുന്ന ഒരു ജനവിഭാഗം ഉണ്ട്. അവർ ചിലപ്പോൾ ഒരു പക്ഷെ മൈനോറിറ്റി ആകാം, പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരാണ് ചിലപ്പോഴൊക്കെ ഈ വിജയത്തിന്റെ തീരുമാനിക്കുന്നത്, ഡിസിസീവ് ഫാക്ടർ ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോഴൊക്കെ മാധ്യമങ്ങളുടെ സാമ്പിൾ കളക്ഷൻ ഇതിൽ എത്രമാത്രം ഒരു കൃത്യത ഉണ്ടാകും, അവരുടെ താല്പര്യങ്ങൾ കൂടി സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു സർവേ അല്ലേ. സർവേ ശാസ്ത്രീയമാണെങ്കിലും അത് നടത്തുന്ന രീതിയിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു ആര് നടത്തുന്നു എന്നുള്ളതും എവിടെ നിന്നാണ് ഇപ്പം സാമ്പിൾ കളക്ട് ചെയ്ത് ആ സാമ്പിളിന്റെ അഭിപ്രായമാണ് സർവേയുടെ ഫലമായിട്ട് വരുന്നത്. കറക്റ്റ് ആണ്. പക്ഷെ ആ സാമ്പിളിംഗ് വളരെ പ്രധാനമാണ്. ഈ സാമ്പിളിംഗ് എവിടെ നിന്നാണ് കളക്ട് ചെയ്യുന്നത്? ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ടെക്സ്റ്റൈൽ ഷോറൂമിലേക്ക് നമ്മുടെ ഏതൊരു മാധ്യമത്തിന്റെ ആങ്കർ ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാരോടെല്ലാം ചോദിക്കണം ആർക്കോട്ടിയും അവരെല്ലാം സുരേഷ് ഗോപി ഇങ്ങനെ മാറി മാറി പറയുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് പറയും? അവിടെ വിജയിക്കുന്നത് സുരേഷ് ഗോപിയാണ്. അവിടുത്തെ ആ സാമ്പിളിംഗ് എന്ന് പറയുന്നത് ഒരു റെസ്ട്രിക്റ്റഡ് സാമ്പിളിംഗ് ആണ്. അപ്പോൾ ഈ സാമ്പിളിംഗ്
അതിനെ നമുക്ക് ജനറലൈസ് ചെയ്യണം. അതുകൊണ്ട് ഈ സർവേകളുടെയൊക്കെ ഒരു അങ്ങനെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സാമ്പിളിൽ നിന്നും ജനറലൈസ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ആക്യുറസി നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമുക്ക് ഒരു എന്താ പറയാ, ഒരു ഐഡിയ എവിടെന്നെങ്കിലൊക്കെ കിട്ടുന്ന രീതിയിൽ അതിനെ നമുക്ക് ഉപയോഗിക്കാം എന്നേ തോന്നുന്നുള്ളൂ. ഈ കേരളത്തിന് പുറമെ മറ്റ് കേരളം ഉൾപ്പെടെ 88 മണ്ഡലങ്ങളാണ് ഇന്ന് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. അതിൽ പശ്ചിമ ബംഗാളിലെ ചില മണ്ഡലങ്ങൾ കൂടി അതെ, സന്ദേശ് ഖലിയിൽ വൻ ആയുധ ശേഖരം പിടിച്ചെടുത്തു എന്ന വാർത്തയാണ് വരുന്നത്. CBI ആണ് അവിടെ റെയ്ഡ് നടത്തുന്നത്. NSG ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്ന് വരുന്ന വാർത്ത. എന്തായാലും ഒരു വികസന മുദ്രാവാക്യം നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ, ഒരു പ്രകടന പത്രിക വയ്ക്കുന്നു. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് BJP ഇത്തവണ എന്തെങ്കിലും പ്രത്യേക മുന്നൊരുക്കങ്ങൾ നടത്തിയോ? കാരണം വലിയ ആത്മവിശ്വാസമാണ് നരേന്ദ്രമോദി സർക്കാർ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. 400 സീറ്റ് കിട്ടുമെന്ന് ബഡ്ജറ്റ് സ്പീച്ചിൽ അടക്കം പ്രഖ്യാപിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതേസമയം വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യമുള്ള കേരളത്തിൽ BJP ഏതെങ്കിലും തരത്തിലുള്ള മുൻകരുതലുകൾ എടുത്തു കാണുമോ? എനിക്ക് തോന്നുന്നു എടുത്തിട്ടുണ്ടോ തോന്നുന്നു. അതിൽ എനിക്ക് ആദ്യം തോന്നിയ കാര്യം, എന്റെ രാഷ്ട്രീയ നിരീക്ഷണം എത്രത്തോളം കറക്റ്റാണെന്ന് അറിയില്ല, എന്നാലും ഞാൻ പറയുന്നത്, നമ്മൾ എപ്പോഴും തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് നോമിനേഷൻ കൊടുക്കുന്നതിന്റെ തൊട്ട് തലേന്നായിരിക്കും ആരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക, NDയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്തവണ എനിക്ക് തോന്നുന്നു വളരെ മുൻപേ തന്നെ സ്ഥാനാർത്ഥികൾ ഇന്ന ആൾക്കാരാണ് എന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് BJPക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു വലിയ മുന്നൊരുക്കത്തിന്റെ ഭാഗമാണ്. കാരണം ഇലക്ഷൻ വരാൻ പോകുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഇലക്ഷന്റെ ആ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നതിനോട് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഇന്ന വ്യക്തിയാണ് ഇന്ന മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന് പറയുകയും കൃത്യമായി, അതായത് മണ്ഡലത്തിന് അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് മണ്ഡലത്തിന് കൊടുക്കാനും, എനിക്ക് തോന്നുന്നു കാറ്റഗറൈസേഷൻ ഉണ്ടെന്ന് തോന്നുന്നു, ഇന്ന കാറ്റഗറി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൃത്യമായ രീതിയിൽ അത് തന്നെ ഒരു വലിയ, ഈ വെൽ ബിഗൻ ഹാഫ് ഡൺ എന്ന് പറയുന്ന പോലെ ആ ഒരു മുന്നൊരുക്കം ഈ പറഞ്ഞ പോലെ BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ വികസനം എന്ന് പറയുന്നതിനോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രിപ്പറേഷൻ, ആ വികസനത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കേരളത്തിനെയും കൂടി ഈ പറഞ്ഞ ഈ ഞങ്ങളുടെ ഒപ്പം വേണം എന്ന് ദേശീയ നേതൃത്വം തീരുമാനിച്ചുറപ്പിച്ച് നടത്തുന്നു. പിന്നെ എത്ര തവണ പ്രധാനമന്ത്രിജി കേരളത്തിൽ വന്നു, അദ്ദേഹത്തിന്റെ ഫ്രീക്വന്റ് ആയിട്ടുള്ള വിസിറ്റ് ആയിരുന്നു. അപ്പോൾ ആ വരവൊന്നും അത്ര യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല എന്നാണ് ഞാൻ, വിപുലമായ ഒരുക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് നേതാക്കന്മാർ വരുന്നത് അതിന്റെ ഭാഗമായിട്ടായിരിക്കും. പത്മജ വേണുഗോപാൽ വന്നപ്പോൾ പലരും പറഞ്ഞത് മെമ്പർഷിപ്പ് ഫീയും ഒരു വോട്ടും മാത്രമേ BJP കിട്ടുള്ളൂ എന്നാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായി EP ജയരാജന്റെ പേര് വരെ കേൾക്കുമ്പോൾ ഈ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി തന്നെ ആയിരിക്കുമോ? പറയാൻ പറ്റില്ല, സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം പൊളിറ്റിക്സിൽ എപ്പോഴും ഒന്നും രണ്ടല്ല എന്ന് പറയാറുണ്ട്. കാരണം എന്തിനും ഏതിനും സാധ്യതയുള്ള, ഒരുപക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അടിയൊഴുക്കുകൾ നടക്കുന്ന, അല്ലെങ്കിൽ അന്തർധാരകൾ സജീവമായിട്ടുള്ള ഒരു മേഖലയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ പ്രിപ്പറേഷനെ കുറിച്ച് നമുക്ക് എത്രത്തോളം മാറി നിന്നുകൊണ്ട് നമ്മൾ പറയുന്നത് കറക്റ്റ് ആകണമെന്നില്ല. പക്ഷെ തീർച്ചയായും കുമാർജി പറഞ്ഞതുപോലെ മുന്നൊരുക്കം വളരെ ശക്തമായിരിക്കാം. ആ ശക്തമായ മുന്നൊരുക്കത്തിന്റെ ഭാഗമായിട്ട് തന്നെയാകാം ഈ പറഞ്ഞ നേതാക്കന്മാരൊക്കെ തന്നെ ഈ ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് വന്നിട്ടുണ്ടാവുക. അതിനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അതുകൊണ്ടല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ആണ് എന്ന് 100% തറപ്പിച്ച് പറയാൻ പറ്റില്ല, എങ്കിലും അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കേരളത്തിലെയും അതുപോലെ തന്നെ കേരളത്തിന് പുറത്ത് മറ്റ് മണ്ഡലങ്ങളിൽ നടക്കുന്ന പോളിംഗ് ദിവസം നടക്കുന്ന സംഭവ വികാസങ്ങൾ, പ്രത്യേകിച്ചും പോളിംഗ് ശതമാനം ഉൾപ്പെടെയുള്ള വിശകലനങ്ങളാണ് നടത്തി വരുന്നത്. അഞ്ജനാജി, ഈ വയനാട് മണ്ഡലം കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണയും ചർച്ചാ വിഷയമാണല്ലോ. പക്ഷേ ഇവിടെ BJP കൃത്യമായ രാഷ്ട്രീയം അവിടെ പ്രകടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ തുഷാർ വെള്ളാപ്പള്ളി തീർച്ചയായും അദ്ദേഹം BDJSന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. ഇത്തവണ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അവിടെ മത്സരത്തിന് വരുമ്പോൾ എന്തു മാറ്റമാണ് വയനാട്ടിൽ പ്രതീക്ഷിക്കുന്നത്? നമുക്കറിയാം, രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്ന സമയത്ത് കഴിഞ്ഞ തവണത്തെ ഒരു സാഹചര്യമല്ല ഇത്തവണ കേരളത്തിലുള്ളത്. കഴിഞ്ഞ തവണ കേരളത്തിൽ എല്ലാവരും രാഹുൽ പ്രധാനമന്ത്രിയാകും എന്ന് വിശ്വസിച്ച് പ്രധാനമന്ത്രിക്ക് വേണ്ടി വർക്ക് ചെയ്ത് ഇവിടുത്തെ MP പ്രധാനമന്ത്രിയാകും എന്ന് പറഞ്ഞു നിന്ന ഒരു സാഹചര്യമുണ്ട്.
പക്ഷെ ഇത്തവണ അത് രാഹുൽ ഗാന്ധി പോലും അങ്ങനെ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അവിടെയാണ് BJP ശക്തമായ ഒരു പിന്നെ പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ തന്നെ വയനാട് മത്സരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമാണ് BJP നൽകുന്ന സന്ദേശം. ഇത് തെരഞ്ഞെടുപ്പിനെ ലാഘവത്തോടു കൂടി കാണുന്നില്ല. തെരഞ്ഞെടുപ്പിനെ കൃത്യമായ രീതിയിൽ ഒരു എന്താ പറയാ ഫൈറ്റിംഗ് മോഡ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ എത്ര ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്ന് നമുക്ക് ആ ഒരു സ്ഥാനാർത്ഥിത്വത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകുന്നു. അല്ലെങ്കിൽ കെ സുരേന്ദ്രൻ അവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരേണ്ട സാഹചര്യമില്ല. ഇപ്പം കുമാർജി പറഞ്ഞതുപോലെ BDJS ആയിരുന്നു നേരത്തെ അവിടെ മത്സരിച്ചിരുന്നത്. അവിടെയാണ് അത് മാറ്റി വെച്ചുകൊണ്ട് BJP നേരിട്ട് അവരുടെ ഏറ്റവും പ്രമുഖനായ വ്യക്തിയെ തന്നെ അവിടെ കൊണ്ട് മത്സരിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു സുരേന്ദ്രന്റെ ഏറ്റവും അദ്ദേഹം രാഷ്ട്രീയം പഠിച്ചു വളർന്നു വന്ന മണ്ണാണത്. അതെ, വയനാടാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതയുണ്ട്. അത് ഏറ്റവും യോഗ്യനായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണത്. അതെ, വയനാടുകാർക്ക് അപരിചിതനല്ല. അതെ, ആ ഒരു പോയിന്റ് നമ്മൾ വിട്ടുപോകരുത്. കാരണം അത് പറയുമ്പോൾ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് ഇരുന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് സുരേന്ദ്രന്റെ അപരിചിതത്വം നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ വയനാടിന്റെ മണ്ണിന് പിന്നെ സുരേന്ദ്രൻ അപരിചിതനല്ല, വളരെ സുപരിചിതനായ വ്യക്തിയാണ്. അപ്പോൾ ഈ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ ഈ മുന്നൊരുക്കത്തിനെ കുറിച്ച്, ആ മുന്നൊരുക്കത്തിന്റെ ആ അജണ്ടയുടെ ഒരു ഭാഗം തന്നെയാണ് കെ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത് എന്നാണ് നമുക്ക് അതും കൂടി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് പറയുന്നത് നല്ലതായിരിക്കും. തീർച്ചയായും ഈ വയനാട് രണ്ടാം ഘട്ടത്തിലാണല്ലോ BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്ന തൊട്ട് മുന്നേ പോലും പ്രകാശ് ജാവദേക്കറോട് ആരായിരിക്കും എന്ന് പോലും ജാവദേക്കർജിയോട് നേരിട്ട് പോലും നമ്മൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും കരുത്തനായ ഒരു സ്ഥാനാർത്ഥി ആയിരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയെങ്കിലും അദ്ദേഹം രാഷ്ട്രീയ നീക്കം തന്നെയായിരുന്നു. തീർച്ചയായും ഒരു വലിയ രാഷ്ട്രീയ നീക്കം തന്നെയായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായ പലതും സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടായിരുന്നു. നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ പോലും അപ്രതീക്ഷിതമല്ലായിരുന്നു തിരുവനന്തപുരം. ടീച്ചറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രധാനമന്ത്രി നേരിട്ട് ആലത്തൂർ സരസ്വതി ടീച്ചറിനെ വിളിച്ച് അദ്ദേഹം തന്നെ വിജയാശംസ നേരുന്നു. അപ്പൊ സ്ഥാനാർത്ഥി നിർണയം വളരെ കൃത്യമായിരുന്നു. ആ സമൂഹത്തിന് കൊടുക്കേണ്ട സന്ദേശം വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾ അതിനെ പൂർണ്ണ മനസ്സോടുകൂടി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സാധിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഈ UDF അല്ലെങ്കിൽ കോൺഗ്രസും BJPയും തമ്മിൽ എനിക്ക് ഇത്തവണ ഞാൻ മനസ്സിലാക്കിയത്, ഇവിടെ മല്ലികാർജുൻ ഖാർഗെ പത്രസമ്മേളനത്തിന് വരുന്നു. മല്ലികാർജുൻ ഖാർഗെ 2 സ്ഥാനാർത്ഥികളെ അടുത്തിരുത്തിയാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തുന്നത്. അതിൽ ശശി തരൂരിനെ അദ്ദേഹം വല്ലാതെ പുകഴ്ത്തുന്നുണ്ട്. ശശി തരൂർ ഒരു ദേശീയ നേതാവാണ്, എല്ലാവരെയും അറിയാം. പക്ഷെ തൊട്ടടുത്തിരിക്കുന്ന അടൂർ പ്രകാശിനെ അടുത്തിരുന്നവർ ഈ പേരെഴുതി വെച്ചു കൊടുക്കുമ്പോൾ മാത്രമാണ് അടൂർ പ്രകാശിനെ കുറിച്ച് ഓർമ്മിക്കുന്നതും അദ്ദേഹം അടൂർ പ്രകാശിനെ കുറിച്ച് ഓർക്കുന്നതും. അടൂർ പ്രകാശിന്റെ പേര് അല്ലെങ്കിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ പേരൊക്കെ വളരെ നോക്കി ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം പറയുന്നതുമൊക്കെ. പക്ഷേ ഈ പ്രധാനമന്ത്രി പോലും വരുന്ന നമ്മുടെ നരേന്ദ്രമോദി വരുന്ന വേദികളിൽ അവിടെ ഇരിക്കുന്ന വേദിയിലിരിക്കുന്ന ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള നേതാവിനെ പോലും അദ്ദേഹം പേരെടുത്ത് പരാമർശിക്കുകയും അദ്ദേഹത്തിന്റെ സംഭാവനകൾ, ഇപ്പം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ വി മുരളീധരന്റെ സംഭാവനകൾ അദ്ദേഹം എടുത്തു പറയുന്നു, രാജീവ് ചന്ദ്രശേഖർജിയുടെ സംഭാവനകൾ എടുത്തു പറയുന്നു. ഇങ്ങനെ ഒരു വലിയ ടീം വർക്ക്, ഇന്ത്യ എന്ന ടീം വർക്ക് തീർച്ചയായും പാർട്ടിക്കുള്ള രീതിയിലുള്ള വർക്കുകളാണ് നടന്നത്. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ത്രികോണ മത്സരത്തിന്റെ ആവേശത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ത്രികോണ മത്സരത്തിന്റെ ആവേശത്തിലേക്കാണ് കേരളം കടന്നു വന്നത്.